ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ 4 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് മഞ്ഞുമൽ ബോയ്സ് ആണ്. പിന്നെ മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് എങ്കിലും ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. 3-ാം തീയതി അല്ല, 2 ദിവസം മുന്നോട്ട് പോയിട്ടാണ്. അതായത് 5-ാം തീയതിയാണ് ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. തിയേറ്ററിൽ ഒരു വലിയൊരു വിജയം കരസ്ഥമാക്കി 250 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. അടുത്തത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞൊരു തമിഴ് ആന്തോളജി മൂവിയാണ്. മെയ് മാസം 3-ാം തീയതി ആമസോൺ പ്രൈമിൽ ടെന്റ് കോട്ടയിൽ അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലുമായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് പിന്നെ സറാ ഹഡ്കെ സറാ ബച്കെ എന്ന ഹിന്ദി സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ജിയോ സിനിമയിൽ റിലീസ് ചെയ്യുന്നുള്ള പറഞ്ഞ അവർ അപ്ഡേറ്റ് പുറത്തുവിടുകയും ഡേറ്റ് അടക്കം അവർ പുറത്തുവിട്ടതായിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് അത് അവർ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മെയ് മാസത്തിൽ ഈ ഒരു സിനിമ ജിയോ സിനിമ വഴി റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സറാ ഹഡ്കെ സറാ ബച്കെ എന്ന ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ ഹിന്ദി എന്നുള്ള സിനിമയാണ്. നമ്മുടെ അജയ് ദേവ്ഗനും ജ്യോതികയും മാധവൊക്കെ പ്രധാന വേഷം കൈകാര്യം ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഒരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പിന്നെ വാഷ് എന്ന ഗുജറാത്തി മൂവിയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഷെയ്ത്ത എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. വാഷ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇന്നലെ ഷമാരോമി OTT പ്ലാറ്റ്ഫോം വഴി ഓൾറെഡി റിലീസ് ചെയ്തു. ഗുജറാത്തി ഭാഷയിൽ ഓൾറെഡി റിലീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ അതിനുശേഷം, അതായത് അടുത്ത ആഴ്ച മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഡബ്ഡ് വേർഷനും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 സിനിമകളാണ്, 2 ഹിന്ദി മൂവീസാണ്. അതിൽ ഒന്നാമത് കാഗസ് 2 എന്ന് പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി മൂവിയാണ്. അനുപഗ്യർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഡാങ്കെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇതിനു മുമ്പേ പിന്നെ കാളിദാസ് ജയറാമൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പോർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. അതായത് 2 ഒരേ സമയത്ത് റിലീസ് ചെയ്തതാണ്. ഹിന്ദിയിലും തമിഴിലൊക്കെ ഒരേ സമയത്ത് റിലീസ് ചെയ്തതാണ്. ഒരു ആക്ഷൻ ഡ്രാമത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തമിഴ് ഡബ്ഡ് വേർഷൻ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഹിന്ദി ഡബ്ഡ് വേർഷനാണ് വന്നിട്ടുള്ളത്. ഹിന്ദി വേർഷനാണ് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി വന്നതായിട്ടുള്ളത്. അടുത്തത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. തമിഴ് എന്നുള്ള സിനിമയാണ്. ഐശ്വര്യ രാജേഷും ജി പ്രകാശ് കുമാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡിയർ എന്ന് പറഞ്ഞ സിനിമയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് 20 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നതും ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ പോകുന്നതുമായ റിലീസുകളുള്ള അപ്ഡേറ്റുകൾ, സിനിമകൾ, സീരീസുകളുള്ള അപ്ഡേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.